നമസ്കാരം. ഉത്രാട ദിവസം കൊല്ലം ഓച്ചിറയിൽ നടന്ന അപകടം നമ്മളാരും മറന്നിട്ടില്ല. ഒരു മഹീന്ദ്ര ഥാർ റോക്സ് വാഹനം KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി. ആ വാഹനം ഓടിച്ചിരുന്ന പ്രിൻസ് എന്ന പേരുള്ള യുവാവും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പ്രിൻസും പ്രിൻസിൻ്റെ ഭാര്യയും 3 മക്കളുമാണ്. ഇവരുടെ കൂട്ടത്തിൽ ഭാര്യ ബിന്ധ്യ മാത്രമാണ് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടത്. മൂത്ത മകൾ ഐശ്വര്യ രക്ഷപ്പെട്ടെങ്കിലും അതീവ ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്റർ സപ്പോർട്ടിൽ ആശുപത്രിയിലാണ്. പ്രിൻസ് ഉറങ്ങിപ്പോയതാകാം മരണകാരണമെന്നാണ്, അല്ലെങ്കിൽ അപകട കാരണമെന്നാണ് നമ്മൾ അനുമാനിച്ചത്. കാരണം ഓച്ചിറയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു ബന്ധുവിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയതാണിവർ. അവർ ഒരുപക്ഷെ വൈകുന്നേരം ഒരു 7-8 മണിയോടുകൂടി യാത്ര പുറപ്പെട്ട് കാണണം. ഓച്ചിറയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ഒരു 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കാരണം ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്പീഡിൽ പോകാൻ പറ്റില്ല. അങ്ങനെ രാത്രി മൊത്തം ഉറക്കമിളച്ച് യാത്ര ചെയ്തിരുന്ന പ്രിൻസ്, വണ്ടി ഓടിച്ചിരുന്ന പ്രിൻസ്, ഒരുപക്ഷെ രാവിലെ തിരിച്ചു വരുന്ന സമയത്ത് ഉറക്കക്ഷീണം മൂലം അദ്ദേഹത്തിൻ്റെ കണ്ടടഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെയാകാം വെളുപ്പാങ്കാലത്ത് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ്, നേരം പരപര വെളുത്ത് തുടങ്ങിയ സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അതാകാം മരണകാരണമെന്നാണ് നമ്മൾ അനുമാനിച്ചത്. എന്നാൽ എൻ്റെ 2 സുഹൃത്തുക്കൾ ഇന്നത്തെ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. അവർ ഈ പറയുന്ന പ്രിൻസിൻ്റെ കുടുംബവുമായിട്ട് ചെറിയ അടുപ്പമുള്ളവരാണ്, ബന്ധമുള്ളവരാണ്. അവരവിടെ പോയി ബിന്ധ്യയെ കണ്ടിരുന്നു. ബിന്ധ്യ പ്രിൻസിൻ്റെ ഭാര്യ. കണ്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഇവർ ഈ അപകടമുണ്ടാകുന്ന സ്ഥലത്തിന് ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് മുമ്പ് വാഹനം നിർത്തി പുറത്തിറങ്ങിയെന്നും മുഖമൊക്കെ കഴുകിയ ശേഷമാണ് യാത്ര തുടർന്നതെന്നുമാണ് പറയുന്നത്. ബിന്ധ്യ പറയുന്നത് അങ്ങനെ ഫ്രഷായിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ പുള്ളിക്കാരി മുൻസീറ്റിൽ പ്രിൻസിൻ്റെ ഒപ്പമാണ് ഇരുന്നത്. ഉറക്കക്ഷീണം കാരണം പുള്ളിക്കാരി അപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി എന്നാണ്. പ്രിൻസ് വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോവുകയാണ്. അവർ കണ്ണ് തുറക്കുന്ന സമയത്ത് അപകടം നടന്നു കഴിഞ്ഞത്. അവർ കാണുന്നത് രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെയാണ്. അപ്പോൾ പ്രിൻസ് ഉറങ്ങിയതാണ് അപകടത്തിൻ്റെ കാരണമെന്ന നമ്മുടെ അനുമാനത്തിന് ചെറിയൊരു മങ്ങലേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ ബിന്ധ്യയുടെ ഈ വെളിപ്പെടുത്തൽ. കാരണം ഈ അപകടം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവർ ഇറങ്ങി ഫ്രഷായിട്ടുണ്ട് എങ്കിൽ പ്രിൻസ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തന്നെയുമല്ല, പ്രിൻസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ വളരെ ഹരമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിച്ച് നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് എന്ന നമ്മുടെ ധാരണയ്ക്കിപ്പോൾ ഒരു മങ്ങലേറ്റിരിക്കുകയാണ്. എന്താകാം പിന്നെ സംഭവിച്ചത് എന്നതിന് ചില വ്യക്തികൾ പറയുന്നത് ഏതോ ഒരു വ്യക്തിയോ വാഹനമോ മറ്റോ ഈ വണ്ടിയുടെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടുകയും അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം വാഹനം വെട്ടിച്ചപ്പോൾ ആ സമയത്ത് വാഹനത്തിൻ്റെ വേഗത അബദ്ധവശാൽ കൂടുകയും എതിരെ വന്ന KSRTC ബസ്സിലേക്ക് വണ്ടി ചെന്ന് ഇടിച്ച് കയറുകയുമാണ് ഉണ്ടായതെന്നാണ്. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സാധ്യതയാണ് അവർ പറയുന്നത്. ബിന്ധ്യ പറയുന്നത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രിൻസ് ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് തീരെ ഇല്ല. കാരണം ഈ പറയുന്നത് പോലെ അവരൊരു 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ ഇറങ്ങി ഫ്രഷായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇത് തന്നെ ആവാനാണ് വഴി. നമുക്കറിയാം, നമ്മുടെ റോഡുകളിൽ കാൽനടയായിട്ട് പോകുന്നവരും സൈക്കിളിൽ പോകുന്നവരും 2 വീലർ ഓടിക്കുന്നവരും ഒക്കെ തന്നെ റോഡിൽ കൂടി മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ട്. ആ വാഹനങ്ങൾ മുമ്പിലേക്ക് ചെന്ന് ചാടാൻ പാടില്ല. അപ്പുറവും നോക്കി വേണം റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പലപ്പോഴും നോക്കാറില്ല. അവർക്ക് തോന്നിയതുപോലെ വാഹനം ഓടിക്കും. ഇത്തരക്കാരെ രക്ഷിക്കാൻ വേണ്ടി, ചിലപ്പോൾ കുറുകെ ചാടുന്ന നായ്ക്കളെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ ബിന്ധ്യയെ സംബന്ധിച്ച് ബിന്ധ്യ പറഞ്ഞത് ഈ ഫ്രഷായ ശേഷം വാഹനത്തിൽ കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ദൂരയാത്ര പോകുന്ന സമയത്ത് പലപ്പോഴും ഡ്രൈവറുടെ ഒപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അതിലൊന്നാണ് ആ സീറ്റിലിരുന്ന് ഉറങ്ങുക എന്നുള്ളത്. ഉറക്കക്ഷീണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാൻ സാധ്യതയുള്ളവർ ഒരിക്കലും ഡ്രൈവറുടെ ഒപ്പം ഇരിക്കരുത്. പലരും മുൻസീറ്റിലിരിക്കാൻ വാശി പിടിക്കും.
വാശി പിടിച്ച് അവിടെ ഇരുന്ന ശേഷം ഇത്തരത്തിൽ ഉറങ്ങിപ്പോകുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റാനും ഡ്രൈവർക്കും ഉറക്കം വരാനും കാരണമാകും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ചില ഡ്രൈവർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ മുൻസീറ്റിൽ കയറിയിരുന്ന ചില ആൾക്കാർ ഉറങ്ങാറുണ്ട്. അവർ വണ്ടി നിർത്തിയിട്ട് അവരോട് പറയും നിങ്ങൾ പുറകെ പോയിരിക്കാൻ പറയും. ടാക്സി ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും അവർ പറയും ഞങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്, പിന്നെ അപകടം ഉണ്ടാകും, അതുകൊണ്ട് ഉറക്കം ഇല്ലാത്ത ആരെങ്കിലും ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ട് എന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറോടൊപ്പം ഇരുന്നുകൊണ്ട് പകലായാലും രാത്രിയായാലും ഉറങ്ങുന്നത് തീർത്തും ഒഴിവാക്കേണ്ട ഒന്നാണ്. അതുകൂടാതെ ഡ്രൈവറോടൊപ്പം ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ, അത് ഭാര്യയായാലും കൂട്ടുകാരായാലും മക്കളായാലും ആര് തന്നെ ആയാലും കാണിക്കുന്ന മറ്റു ചില അബദ്ധങ്ങൾ ഈ വാഹനം ഓടിക്കുന്ന ആളിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിൽ അയാളോട് സംസാരിക്കുകയോ, എന്തെങ്കിലും ഒരു കാഴ്ച ഇവർ പോകുന്ന വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങേരെ തോണ്ടിയിട്ട് അത് കണ്ടോ എന്ന് പറയുക, അല്ലെങ്കിൽ മൊബൈലിൽ അവർ എന്തെങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ അത് കാണിക്കുക. ഇങ്ങനെയൊക്കെ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്ന തരത്തിലുള്ള പല ആക്ടിവിറ്റികളും ഒപ്പം വരുന്ന യാത്ര ചെയ്യുന്നവർ ചെയ്യാറുണ്ട്. ഉറക്കത്തെ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുക എന്നത്. അതുകൊണ്ട് വാഹനത്തിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവറുടെ ഒപ്പം വരുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാർ ഉറപ്പാക്കണം നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ ഒരു നിമിഷ നേരത്തെ അബദ്ധം അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ തെറ്റ്, ഞാൻ കേട്ടിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടി ഇതുപോലെ ചെന്ന് ഒരു ബസ്സിൽ ഇടിച്ചു കയറി ഒരു മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ 5-6 മാസം മുമ്പ് വായിച്ചാണ്. ഞാൻ കൃത്യമായിട്ട് തീയതി ഓർക്കുന്നില്ല. ആ അപകടത്തിൻ്റെയും കാരണം വാഹനം ഓടിച്ചിരുന്ന പയ്യനെ ആരോ എന്തോ തമാശയോ മറ്റോ പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തെറ്റിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ അത് എത്ര ഭീകരമായ അപകടമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു തോന്നൽ വേണം. ഇവിടെ ബിന്ദിയെ സംബന്ധിച്ച് ബിന്ദിയ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ബിന്ദിയ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവായേനെ. കാരണം പ്രിൻസ് വാഹനം ഓടിച്ചു പോകുമ്പോൾ മുൻസീറ്റിൽ ഇരിക്കുന്ന വ്യക്തി, ഇപ്പോൾ പ്രിൻസ് ആയാലും ആര് തന്നെ ആയാലും, മുൻസീറ്റിൽ ഒപ്പം ഇരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആ ഡ്രൈവറുടെ ഒരു സഹായിയായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. വിമാനത്തിൽ പൈലറ്റിൻ്റെ ഒപ്പം കോ പൈലറ്റ് ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഓടിപ്പോകുന്ന ഒരു വാഹനത്തിൽ ഡ്രൈവറുടെ ഒപ്പം ഇരിക്കുന്ന മുൻസീറ്റിൽ ഇരിക്കുന്ന ആൾ. കാരണം അയാളും റോഡിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഡ്രൈവർ ഏതെങ്കിലും കാരണവശാൽ അബദ്ധവശാൽ ഒന്ന് കണ്ണടച്ച് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടെങ്കിലും തെറ്റുകയോ മൊബൈൽ ഫോൺ അടിക്കുമ്പോൾ അങ്ങോട്ട് തെറ്റുകയോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുഴപ്പം ഉണ്ടാകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഡ്രൈവറെ അലേർട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ വ്യക്തിക്ക് പറ്റും. ഞാനൊരിക്കൽ എൻ്റെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഞാനൊരു ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിയുകയാണ്. ഞാൻ ലെഫ്റ്റിലേക്ക് നോക്കി റൈറ്റിലേക്ക് നോക്കി ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കുകയും പെട്ടെന്ന് എൻ്റെ പിന്നിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ആ ഒരു സ്ത്രീ വണ്ടിയുടെ മുമ്പിലെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് ബൈക്കിന് മുമ്പിലൂടെ അങ്ങോട്ട് റോഡ് കുറുകെ ഓടാൻ ശ്രമിക്കുകയാണ് അവർ. അയാൾ അവിടെ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ ബൈക്ക് എന്നിട്ട് അവരിടിച്ചില്ല, അല്ലെങ്കിൽ അവരിടിച്ചിട്ടേനെ. ഞാൻ 2 ഭാഗത്തും നോക്കിയിട്ട് അവരെ കണ്ടിരുന്നില്ല. അവർ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ഞാൻ ആ ഭാഗം പരിശോധിച്ചതാണെന്നുള്ള ധൈര്യത്തിൽ വണ്ടി എടുക്കുമ്പോൾ അവരവിടെ നിന്നും പെട്ടെന്ന് ബൈക്കിന് മുമ്പിലേക്ക് വരികയായിരുന്നു. അപ്പോൾ പിന്നിലിരുന്ന ആൾ എന്നെ അലേർട്ട് ചെയ്തുകൊണ്ട് അവരെ ഇടിച്ചില്ല. ഇതാണ് നമ്മൾ ഒരു വാഹനത്തിൽ പോകുമ്പോൾ ഒപ്പം ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രധാന റോൾ. അപ്പോൾ കാറിൻ്റെ മുൻസീറ്റിലിരിക്കുന്ന ആൾ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയും ഡ്രൈവറുടെ ഒരു ഹെൽപ്പറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ബിന്ദി പറയുന്നത് പുള്ളിക്കാരി ഉറക്കക്ഷീണം കൊണ്ടാണ് നമ്മളവരെ കുറ്റപ്പെടുന്നത്. തന്നെയുമല്ല, വീടിനോട് അടുക്കാറായതുകൊണ്ട് ഇനി ഇപ്പോൾ അങ്ങ് ചെന്നോളും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിലുണ്ട്. പക്ഷേ ആ ഒരു 4-5 അല്ലെങ്കിൽ 8-10 മിനിറ്റുകൾ കൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ പുള്ളിക്കാരി ഉണർന്നിരുന്നെങ്കിൽ, റോഡിലേക്ക് നോക്കിയാണ് ഇരുന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ പ്രിൻസ് അബദ്ധവശാൽ ഇനിയിപ്പോൾ ഫ്രഷായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കണ്ണടഞ്ഞു പോയെങ്കിൽ ഒന്ന് തോണ്ടി വിളിക്കാനും ഒന്ന് ഉണർത്താനും ഒക്കെ സാധിക്കുമായിരുന്നു. എന്ത് തന്നെയായാലും ശരി, ഡ്രൈവറുടെ കൂടെ മുൻസീറ്റിലിരിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ എത്ര വലിയ റോളുണ്ട് എന്നുള്ളത് ഈ അപകടം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വണ്ടിയിൽ ഡ്രൈവറുടെ ഒപ്പം മുൻസീറ്റിലിരുന്ന് പോകുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ വെറുമൊരു യാത്രക്കാരനോ യാത്രക്കാരിയോ അല്ല, മറിച്ച് ഡ്രൈവറുടെ ഒരു സഹായിയാണ്. പിന്നെ ഒരു സാധ്യത, ഈ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിട്ട് നമ്മൾക്ക് തോന്നുന്നത്, എതിരെ വന്ന വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് പലപ്പോഴും ഈ 2 വേ ട്രാഫിക്കുള്ള റോഡുകളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം പോകുന്ന റോഡുകളിൽ
ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഹെഡ്ലൈറ്റ് ഡിം ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം എതിരെ വരുന്ന ആൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പോലും അറിഞ്ഞുകൂടാ. അവരുടെ കണ്ണിൽ ആരെങ്കിലും ഇതേപോലെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിലിട്ട് വന്ന് അവർക്ക് കണ്ണ് കാണാതായി കഴിഞ്ഞാൽ അത് ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ കിടക്കുന്നതുകൊണ്ടാണെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഒരു വ്യക്തിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഹൈ ബീം ഇടാൻ പാടില്ല. ഹൈ ബീം എമർജൻസി ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കുള്ള റോഡിൽ ഒരു കാരണവശാലും ശരി ഹൈ ബീം ഇടാതെ പോകണം. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബീം ലോ ആക്കണം എന്നൊക്കെയുള്ളത് ഈ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നാൽ നമ്മളവരോട് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചാൽ പോലും, അതായത് കണ്ണ് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ലോ ബീം ഇട്ട് കാണിച്ചാൽ പോലും അവർ ലോ ബീം ചെയ്യാതെ ഹൈ ബീമിൽ തന്നെ കയറി വരാറുണ്ട്. തന്നെയുമല്ല, ഹൈ ബീമിലിട്ട് പോകുന്നത് ഒരു അന്തസ്സാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ റോഡുകളിൽ അപകടമുണ്ടാകുന്നതിൻ്റെ വലിയ വലിയ കാരണങ്ങളാണ്. അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെയൊക്കെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചുന്ന വെളിച്ചമാണ്. രാത്രിയിൽ സൂര്യപ്രകാശം പോലെയാണ്. ഇത്തരത്തിലുള്ള ലൈറ്റുകൾ, LED ലൈറ്റുകളൊക്കെ ബാൻ ചെയ്യേണ്ടതാണ്. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഹെഡ്ലൈറ്റുകളുടെ എല്ലാം മുമ്പിൽ ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. പഴയ കാലത്തെ നമ്മുടെ ലോറിയുടെയും അതുപോലെ അംബാസഡർ കാറിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റിൻ്റെ ഒത്ത നടുവിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെളിച്ചം എതിരെ വരുന്ന ആൾക്ക് പ്രശ്നമുണ്ടായിരിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു നിയമമാണത്. എന്നാലും ആധുനിക കാലത്ത് നമ്മുടെ കണ്ണഞ്ചി പോകുന്ന, എതിരെ വരുന്ന യാതൊന്നും കാണാൻ പറ്റാത്ത അത്ര വലിയ വെളിച്ചത്തിൽ നമ്മൾ മുങ്ങിക്കുളിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെയും ഒരു സാധ്യത ഇവിടെയുണ്ട്. എതിരെ വന്ന ബസ്സിൻ്റെ വെളിച്ചം ഇദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുകയോ ആ സമയത്ത് റോങ്ങായിട്ട് വണ്ടി ഓടിച്ചതാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും ശരി, ഒരു കാര്യം വളരെ ഉറപ്പാണ്. ഈ വാഹനം സാധാരണ സ്പീഡിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്തിന് അല്പം മുമ്പാണ് ഇതിൻ്റെ വേഗത കൂടിയതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഈ റോഡ് അത്ര വേഗത്തിലൊന്നും പോകാൻ പറ്റുന്ന റോഡല്ല, ഹൈവേ ആണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 60 കിലോമീറ്ററിൽ തന്നെ പോകുന്നത് പ്രയാസമാണെന്നാണ് ഇന്ന് അവിടെ പോയിട്ട് വന്ന ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അമിതമായ വേഗത്തിലായിരുന്നു പ്രിൻസ് വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം സാധാരണ സ്പീഡിലായിരുന്നിരിക്കണം വന്നത്. പക്ഷേ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തോ ചിലത് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. പലതുമാകാം. ചിലപ്പോൾ പ്രിൻസിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതുപോലും ആകാം, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം രാത്രി മൊത്തം ഉറക്കളച്ച് വാഹനം ഓടിച്ച് വരികയാണ്. ഈ പർട്ടിക്കുലർ സ്ഥലത്ത് വന്നപ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ പോസിബിലിറ്റി പലതാണ്. എന്ത് തന്നെയായാലും ശരി, നമ്മളിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ഒരു പ്രധാന പാഠം, നമ്മൾ രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, പരമാവധി ഒഴിവാക്കുക. പറ്റുമെങ്കിൽ എവിടെയായാലും ശരി പകൽ പോയി വരിക. രാത്രിയിൽ ദീർഘദൂരം പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ടാക്സികളുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് ടാക്സി ഓടിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരുണ്ട്. അവരെ സംബന്ധിച്ച് രാത്രി യാത്രയൊന്നും ഒരു പ്രശ്നമല്ല. അവരെവിടെയും നമ്മളെ കൊണ്ടുപോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ സേവനം തേടുക. ദീർഘദൂരം നമ്മൾ സ്വന്തം വാഹനത്തിൽ പോകുന്നുണ്ടെങ്കിൽ രാത്രികാലങ്ങളിലെ യാത്ര ഒഴിവാക്കി പകൽ മാത്രമായിട്ട് സഞ്ചരിക്കുക. ഞാൻ ഒരിക്കൽ ഇവിടെ നിന്ന് ഹൈദരാബാദ് വരെ എൻ്റെ കാറിൽ പോയിരുന്നു. ഞാനിവിടെ നിന്ന് നേരെ ബാംഗ്ലൂരെത്തി. വൈകുന്നേരമായപ്പോൾ അവിടെ ഒരു ഹോട്ടൽ മുറിയെടുത്തു, കിടന്നുറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോൾ പകൽ തന്നെ ഹൈദരാബാദിലെത്തി. കാരണം രാത്രി യാത്ര ദുഷ്കരമാണ്. രാത്രിയിൽ വാഹനം ഓടിക്കുന്നത് വലിയ പ്രയാസമാണ്. എത്ര വലിയ വെളിച്ചമുള്ള വണ്ടിയായാലും എത്ര മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയായാലും ശരി, രാത്രി യാത്ര വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് രാത്രി യാത്ര പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ അഥവാ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മോഡറേറ്റ് സ്പീഡിൽ മാത്രം പോവുക, അമിത വേഗത്തിൽ ഒരിക്കലും പോകാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ രാത്രിയിൽ എവിടെയെങ്കിലും ദീർഘദൂര യാത്ര പോകുന്നുണ്ടെങ്കിൽ ടാക്സിയിൽ പോകാൻ ശ്രമിക്കുക. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ശരി ടാക്സിയിൽ പോകാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറെ വിളിച്ചിട്ട് നമ്മുടെ വണ്ടി അദ്ദേഹത്തെ കൊണ്ട് ഓടിക്കുക, അദ്ദേഹത്തിന് പൈസ കൊടുത്താൽ മതി. അങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ അവലംബിക്കണം. നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാതെയോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്ഷീണമോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ദീർഘദൂരം രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. എപ്പോഴായാലും ശരി, പകലായാലും ശരി, രാത്രിയായാലും ശരി, വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ഒപ്പം ഇരിക്കുന്ന ആൾ ഉറങ്ങാൻ പാടില്ല. ഡ്രൈവറെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ അയാൾ ചെയ്യാവൂ. ഒരിക്കലും ഡ്രൈവറെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് ചെയ്യരുത്. എന്തായാലും ശരി, ഫ്രണ്ട്സിൻ്റെയും കുടുംബത്തിൻ്റെയും ഈ ദുരന്തം
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും മരണപ്പെട്ടത്. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശാന്തി നേരുന്നു. പരിക്ക് പറ്റിക്കിടക്കുന്ന ആ കുട്ടി സുഖപ്പെടട്ടെ, എത്രയും വേഗം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദിക്ക് ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ എന്നും ആശിക്കുന്നു. താങ്ക് യു.